വിഷയമാണെങ്കിൽ പോലും കുറച്ചുകൂടെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്നാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന നിലയ്ക്ക് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രസമല്ലേ? മാനസാക്ഷിയില്ലാത്തവന്മാര് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നത്. ബിനു, ആ മന്ത്രി പറഞ്ഞു നോക്ക്, കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണമായിരുന്നു. ഇവനെ പഠിപ്പിച്ചു വിട്ട കടവുകൾക്ക് 10 ൽ 10 സാർ. അപ്പൊ മൊത്തത്തിൽ യു സർട്ടിഫൈഡ് മൊണ്ണ. ആ ഡോക്ടർ ഫേസ്ബുക്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞത് എന്താണ്, മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ മാറ്റിവെക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ മന്ത്രിമാരെന്താണ് പറയുന്നത്? അപ്പൊ കുറച്ചു ദിവസം കൂടെ ആ ഓപ്പറേഷൻ നടക്കാതെ പോകണമെന്നായിരുന്നു. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ വിമാനത്തിലൊക്കെ ഉപകരണങ്ങൾ എത്തിയത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും കേരളത്തിലെ ആരോഗ്യവകുപ്പ് എല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം? ശ്രീ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളെന്നാണ് ഇന്ന് മന്ത്രിമാരൊക്കെ പ്രസംഗിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സമ്പന്നർ പോലും ക്യൂ നിൽക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അപ്പോളോ ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോകണം. കാരണം നമ്മുടെ ഖജനാവിൽ നിന്നാണ് ഇവർക്കെല്ലാം ചികിത്സയ്ക്കുള്ള പണം ഈ സ്വകാര്യ ആശുപത്രികൾക്ക്, അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ കൊടുക്കുന്നത്. പിന്നല്ലാതെ. അപ്പോൾ ഇവർ സർക്കാർ ആശുപത്രികളിൽ പോയാൽ ഏറ്റവും മികച്ച, ഇന്നലെ ആരോഗ്യമന്ത്രി എണ്ണം ഇട്ട് പറയുന്നുണ്ടല്ലോ, അവരൊക്കെ അതുകൊണ്ട് അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഈ സർക്കാർ ആശുപത്രികളിൽ പോകണം.